അപ്പോൾ കുറേ കാലത്തിന് ശേഷം കുറേ കാലം എന്താ വീഡിയോ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പല പല തിരക്കുകളായിപ്പോയി. അല്ല, എക്സാംസൊക്കെ ആയിരുന്നു, മോഡൽ എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കുകൾ കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം എന്തിനാ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ഇട്ടോ, ഞാൻ അന്ന് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് സാങ്കേതിക കാരണങ്ങൾ അന്ന് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ കരുതി. കമൻറ്റിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അയ്യോ കമൻറ്റ് മറന്നുപോയി. അപ്പച്ച ഇപ്പോഴും ഉണ്ടില്ലേ, മരിച്ചില്ലല്ലേ? അപ്പോൾ കമൻറ്റ് ഞാൻ ഇവിടെ ഇടാം കേട്ടോ, എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കാണിച്ചാണ്ട് വീഡിയോ എടുക്കാൻ ഈ മാപ്പിളമാർ ഉഷാറാണ്. മാപ്പിളമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെയാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണത്, എനിക്ക് അയാളോട് ചോദിക്കില്ല, ഹായ് എന്നുള്ള പേര്, ഹായ് നാട്ട പേര്, സ്വന്തമായിട്ട് പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാണ് എന്താണ് മൂപ്പരത് എന്നുള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് പേരും അഡ്രസ്സൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഐഡിയിൽ വരാനുള്ള ധൈര്യം ഇല്ലാത്ത ആളാണ് കേട്ടോ. സൂര്യത്ത് ഹായ്, ഹായ് ഒക്കെ ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. അപ്പോൾ സ്വന്തമായിട്ട് ഒരു അഡ്രസ്സിൽ വരാൻ പോലും ധൈര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് ചത്തിട്ടില്ല ആയിക്കോട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കാണിച്ച് മാപ്പിളമാർ വ്ളോഗ് ചെയ്യാൻ അടിപൊളിയാണ് എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഹിന്ദുക്കൾക്കാർക്കും ചാനലില്ലേ? മാപ്പിളമാരല്ലാതെ നമ്മൾ മാപ്പിളമാരെ അറിയുമ്പോൾ പോലെ ഇപ്പം എന്താ പറയുണ്ടാവുക? വേറെ എന്താ, അല്ല ഓൽക്കൊന്നും ചാനലില്ല. ഹിന്ദുക്കളുടെ ചാനൽ എത്രയുണ്ടോ എനിക്ക് തന്നെ അറിയാം. അത് പെണ്ണുങ്ങൾ വീഡിയോ ചെയ്യണതും എനിക്കറിയാം. പിന്നെ ഞാൻ പേരെടുത്തൊന്നും പറയണില്ല. അത് അയാൾ കാണാത്തതുകൊണ്ടാണോ അതോ കണ്ടിട്ടില്ല വെക്കുകയാണോ, അത് നമ്മളെ തളർത്താൻ വേണ്ടി പറയണമെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അയാൾ ഈ വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഹിന്ദുക്കൾക്കൊന്നും ചാനലില്ല എന്നുള്ളതാണ്. പിന്നെ അയാൾ ചോദിച്ചൊരു ചോദ്യം, എന്തൊക്കെ വ്ളോഗുകളാണ്, പ്രസവം വ്ളോഗ്, ഗർഭം വ്ളോഗ് അതൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ, അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഇടാലോ. അയാളെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ അയാളോട് പറഞ്ഞിട്ടില്ല താങ്കൾ വീഡിയോ എടുത്തുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഇടാം. അയാൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇടാം. അയാൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടാലും മതി. നിർബന്ധിച്ച് പോയി പണിയുണ്ടോ നോക്കാൻ പറയാൻ തന്നെ വന്നതടേ രജ്. അപ്പോൾ അയാളെ കൊണ്ട് നിർബന്ധിച്ച് എന്തായാലും ഞങ്ങളെ വീഡിയോ കാണണമെന്നൊന്നും നമ്മൾ പറയണില്ല. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്നത് വേറെ കാണിക്കാനല്ലേ, നമുക്കതൊന്ന് പൈസ ഇട്ടിടുന്നുള്ളൊരു മിനിമം ലോജിക്കുള്ള ബോധമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾ പോയി കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് അയാൾക്കൊരു കമൻറ്റ് ചെയ്യാൻ നഷ്ടമാണോ? നമുക്ക് അയാളെ ഈ കുറ്റം പറയാനില്ല. അയാളെ വീഡിയോ കാണുന്നുണ്ടോ, അത് നമുക്ക് പൈസ കിട്ടുന്നത്, മനസ്സിലായോ? ആഷിക്ക് TP സുഖമാണ്. അപ്പോൾ അയാളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, വേണമെന്നുണ്ടെങ്കിൽ അയാൾക്കും വീഡിയോസ് ഇടാലോ. മാപ്പിളമാർ മാത്രമൊന്നുമല്ല വീഡിയോ ഇടുന്നത്, എത്രയോ ഹിന്ദുക്കൾ പെണ്ണുങ്ങൾ തന്നെ ലീഡ് ചെയ്യുന്ന എത്രയോ ചാനലുകളുണ്ട്. ഞാൻ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതടുത്തൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അയാളുടെ പ്രസവം ലൈവ് ബർത്ത്ഡേ ബോയ് ഒക്കെ പോയി. അതിന് ഞാൻ പറഞ്ഞില്ല, അയാൾക്ക് അയാളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കാരണം അയാൾ എന്താണെന്നറിയോ, ഹായ് എന്നാണ് അയാളെ ചാനലിൻ്റെ പേര്. ഐ മീൻ നെയ്മേ ഹായ് എന്നാണ്. അത്യാവശ്യം ഒരു മിനിമം ഒരു ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയില്ല. പക്ഷേ അയാൾക്ക് എന്താ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ മാപ്പിളമാരെ കുറ്റം പറയണം, മാപ്പിളമാർ മാത്രമാണ് അങ്ങനെ ചെയ്യണമെന്ന്. എത്രയോ ചാനലുകൾ വേറെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ വിഷ് ചെയ്തു ഞങ്ങൾ ഫ്രണ്ട്സ്. ഐ സി. അപ്പോൾ പിന്നെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗർഭം വ്ളോഗ്, കല്യാണം വ്ളോഗ്, പ്രസവം വ്ളോഗ് ഓക്കെ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ, ഞാനതാ ചോദിക്കണത്. അയാൾക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കാണണ്ടാത്ത ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് ഇനിയിപ്പോൾ അയാൾക്ക് ഇടാൻ പറ്റാത്ത സങ്കടമാണെന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഇടാൻ പറ്റാത്ത കാരണമൊന്നുമില്ല. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇടാലോ. ഓക്കെ, പക്ഷെ അപ്പം എങ്ങനെ അപ്പോൾ ഐഡൻറ്റിറ്റി വെളിവാക്കേണ്ടി വരും. ഒരു പ്രശ്നമാണ്. ഇവർക്കൊന്നും ഐഡൻറ്റിറ്റി വെളിവാക്കാൻ പറ്റൂല. പക്ഷെ നേരെ മറിച്ച് വേറെ അങ്ങനെ കുറ്റം പറഞ്ഞ് അതൊന്നും ഒരു ആത്മസംതൃപ്തി, മനസ്സിലായോ? അതെ, സ്വന്തമായി അതിനെനിക്ക് പറയാനുള്ളത്, സ്വന്തമായിട്ട് പേരും പിക്കൊക്കെ വെച്ചിട്ട് എന്നിട്ടോ മാപ്പിളമാരെ കുറ്റം പറഞ്ഞിട്ടും അതൊക്കെ പറഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു അന്തസ്സാണ്. ഇതൊരു ഫേക്ക് നെയിം എന്ന് വന്നിട്ട് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് അയാൾക്ക് എന്താ കിട്ടുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്നിട്ട് എന്തൊക്കെ എല്ലാവരും വിശേഷം? കുറേ കഴിഞ്ഞാൽ വന്നിട്ട് എൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഒക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. പുതിയ ഇങ്ങോട്ട് എടുക്കേ, അത് കാലാകാലത്തും അല്ലേ. അയ്യോ നല്ല തിരക്കായിരുന്നു, നല്ല തിരക്ക്, നല്ല സ്ട്രെസ്സും നല്ല തിരക്കായിരുന്നു. തോമസ് മെമ്പർഷിപ്പ് പോയിട്ടുണ്ട്, അസീവിൻ്റെ ഒക്കെ പോയിട്ടുണ്ട്. പുതിയൊരു എടുക്കൂ ഗൈസ്. ഓൾമോസ്റ്റ് എക്സാമുകളൊക്കെ ഇപ്പോൾ ഒരു കരക്കടിഞ്ഞ്. ഇനി നാളെ 2 കൂടി ഉള്ളൂ. തോമസ് പ്രോ എൻ്റെയും പോയി. പൈസ കഴിഞ്ഞതാണോ എടുക്കടോ പുതിയത്? അസീബ് സർജറി കഴിഞ്ഞു. സർജറി നാളെയാണ്.